ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മീര സേബിലേക്ക് സ്വാഗതം. അപ്പം ബിഗ് ബോസ് സീസൺ 6 ഇപ്പോൾ ഈ വീക്കിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു ഗെയിം നടക്കുന്നുണ്ട്. അത് പക്ഷേ ഇൻവിസിബിൾ ആണ്. അത് എത്ര പേർക്ക് അറിയും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഇനി മുതൽ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചു നോക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം. ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്നും കൂടെ കേൾക്കണം. പറയുന്നത് സിബിനെ കുറിച്ചിട്ടാണ്. സിബിൻ വൈസസ് ബിഗ് ബോസ്, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കളിയെല്ലാം കണ്ടസ്റ്റന്റുകൾ തമ്മിലുള്ള കളികളാണ്. ബിഗ് ബോസ് ഗെയിം കൊടുക്കുന്നു, അവർ കളിക്കുന്നു, പിന്നെ ഇവരുടെ സ്ട്രാറ്റജി എടുക്കുന്നു, കളിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അതല്ലാതെ അതിനപ്പുറത്തോട്ട് ബിഗ് ബോസ് ടീമിനകത്ത് ഒരു ഗെയിം ഉണ്ട്. അത് ഇൻവിസിബിൾ ആണ്. അത് പക്ഷെ നമ്മൾക്കറിയില്ല. അതിന്റെ ചില ഭാഗങ്ങൾ നമ്മളിപ്പോൾ മനസ്സിലാക്കി. എന്ന് വെച്ചാൽ ബിഗ് ബോസിന് ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. മീൻസ് ജബ്രി കോംബോ അങ്ങ് പോകുന്നു. അതിനെ കുറെ ലൈവിൽ കാണിക്കുന്നു. അതിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഞാനത് പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അറിയും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ. അങ്ങനെ പോകുന്നു. ചില കാരണങ്ങൾ കൊണ്ട് ജബ്രിയെ സപ്പോർട്ട് ചെയ്യുന്നു. അതിനുശേഷം വൈൽഡ് കാർഡ് വരുന്നു. അതിലൊരു കണ്ടസ്റ്റന്റായ സിബിൻ കോംബോയെ പൊളിച്ചെടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കെ ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നെല്ലാം അത് പോകുമോ ഇനി എന്ന് തോന്നിയെടുത്താണ് സിബിന്റെ കയ്യിൽ നിന്ന് ഒരു നെഗറ്റീവായ ഒരു സംഭവം കിട്ടുന്നു. അതിനെ കയറി സിബിനെ ഒന്ന് കൊട്ടുന്നു, സിബിനെ ഒതുക്കുന്നു. ഇത്രയും പേർക്ക് നമ്മളെല്ലാവരും കണ്ട കാര്യം. അപ്പം സംഗതി എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ബിഗ് ബോസിന്റെ അടുത്ത് സിബിൻ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല. ഒരൊറ്റ വാക്കേ ഉള്ളൂ, എനിക്ക് ഇവിടുന്ന് പോകണം. സിബിൻ അത് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പറയുന്ന കാര്യങ്ങൾ കുറെ നമ്മൾ കാണുന്നത്, സിബിൻ ഉറങ്ങിയിട്ട് ശരിക്കും ഉറക്കമില്ല, ഭക്ഷണമില്ല. ഇന്ന് രാവിലെ നമ്മൾ ഈ ഉച്ചവരെ ലൈവ് കാണുമ്പോൾ പുള്ളി ഭക്ഷണം കഴിക്കുന്നില്ല. എനിക്ക് വേണ്ട, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി, എന്നെ തുറന്ന് വിട്ടാൽ മതി. ഇങ്ങനെയൊക്കെയാണ് പുള്ളിക്കാരൻ പറയുന്നത്. രാവിലെ ഭയങ്കര സങ്കടപ്പെട്ട് കൈകൂപ്പി പറഞ്ഞു, എന്നെ വിളിക്കൂ കൺഫ്യൂഷൻ റൂമിൽ എന്ന് പറഞ്ഞ് പുള്ളി കൺഫ്യൂഷൻ റൂമിൽ പോയി കുറേ മണിക്കൂറുകൾ എടുത്ത് സംസാരിച്ചു. ആ സമയത്താണ് പൂജയ്ക്ക് വയ്യാതെ പൂജയും കൊണ്ടുപോയത്, സ്ട്രെച്ചറിൽ കൊണ്ടുപോയത്, ഡിസ്ക് കംപ്ലൈന്റ്. സോ അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, സൈക്കോളജിസ്റ്റിനെ വിടട്ടെ, സംസാരിപ്പിക്കട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊന്നും വേണ്ട. സിബിൻ പറഞ്ഞു, അതൊന്നും വേണ്ട, എന്നെ പുറത്ത് വിട്ടാൽ മതി, എന്റെ കയ്യിൽ നിന്ന് പോകുന്നു, എനിക്കിവിടെ എല്ലാവരെയും പേടിയാണ്, എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു മെന്റൽ സ്റ്റേജ് എനിക്ക് മുൻപ് ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു വർഷം എടുത്തു തിരിച്ചു വരാൻ. സോ എനിക്കിവിടെ നിൽക്കണ്ട, പോയാൽ മതി എന്നുള്ളത്. ഇത് പറയുന്നത് നമുക്ക് ലൈവിൽ കണ്ടു. പിന്നെ നമ്മളെ കാണിച്ചിട്ടില്ല. പിന്നെ കാണിക്കുന്നില്ല, വീട് ശോകമുഖമായതൊക്കെയാണ് കാണുന്നത്. അത് കഴിഞ്ഞ് കുറെ സമയമെടുത്ത് സിബിൻ വരുന്നു. ആ ജയിലിന്റെ മുൻവശത്ത് സെറ്റിയിൽ അവിടെ എങ്ങനെ ഇരിക്കുന്നു, എല്ലാവരും കൂട്ടത്തിൽ കൂടുന്നു, സിബിനെ ആശ്വസിപ്പിക്കുന്നു. സിബിൻ പറഞ്ഞു, എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി, അത്രേ ഉള്ളൂ. ഞാൻ പറയേണ്ടതെല്ലാം ബിഗ് ബോസിന്റെ അടുത്ത് പറഞ്ഞു. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ഞാൻ ഇവിടുന്ന് ചാടും. നടക്കാൻ പറ്റുന്ന അത്രയും ദൂരം ഞാൻ നടക്കും. എവിടെ എത്താൻ പറ്റുന്നോ എത്തും. എന്റെ പെട്ടിയും സാധനങ്ങളൊക്കെ പിന്നീട് നിങ്ങൾ കൊണ്ടുവരും, എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. ഞാൻ ഇവിടുന്ന് പോകും. വല്ല മാറുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട്. സംഭവം എനിക്ക് തോന്നുന്നത് ബിഗ് ബോസിന്റെ കയ്യിൽ നിന്നും പോകുമോ എന്നുള്ളതാണ്. ഇത് സിബിൻ ചെയ്യുന്നത്, ഇപ്പൊ നമ്മള് സിബിൻ എന്താ ഇങ്ങനെയെന്ന് വിചാരിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ സിബിൻ ശരിക്കും ചാടുമോ എന്ന് ചോദിക്കുന്നവരുണ്ടാകും. ചാടാൻ എന്തായാലും ചാടില്ല. പക്ഷെ ബിഗ് ബോസും സിബിനും തമ്മിലാണ് ഇപ്പൊ ഒരു എന്താ പറയാ, കാണാത്ത ഒരു യുദ്ധം എന്ന് പറയില്ലേ, അതുപോലെ സിബിൻ ചെയ്യുന്ന ഒരു യുദ്ധം ബിഗ് ബോസിന്റെ അടുത്തായിട്ടാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. വേറെ ആരോടും ഒന്നുമില്ല. ജാസ്മിൻ വരുന്നു, സോറിയൊക്കെ പറയുന്നുണ്ട്. അയ്യോ, എനിക്ക് നിന്നോട് ഒരു പ്രശ്നവുമില്ല, ഞാൻ ഗെയിമായിട്ടേ കണ്ടിട്ടുള്ളൂ, നീ അത് പറഞ്ഞു ഇത് പറഞ്ഞു, അതൊന്നുമില്ല. അതും പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് പോയാൽ മതി, അത്രേ ഉള്ളൂ എന്നൊക്കെയാണ് സിബിൻ പറയുന്നത്. പിന്നെ പറയുന്നത് എന്താണ്, ഇവിടെ എവിടെയോ ചേച്ചി ചെന്നൈയിൽ എവിടെയുണ്ട്, ഞാൻ ചാടി പോയി കഴിഞ്ഞാൽ അവരെവിടെ പോകും, അതിനുശേഷം ഞാൻ അങ്ങനെ വീട്ടിലേക്ക് പോകും, എൻ്റെ സാധനങ്ങളൊക്കെ എപ്പോഴും വരട്ടെ, ഞാൻ പോകും. അല്ലെങ്കിലോ എനിക്ക് ചാടാൻ പറ്റില്ല, ഇവിടെ എവിടെയെങ്കിലും ഇത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് ചാടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇതുപോലെ ഇരിക്കും, ഒന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ലൈവ് നടക്കുന്ന സമയത്ത് സിബിന്റെ മൈക്ക് ഇങ്ങനെ കയ്യിലൂടെ ഇവിടെയാണ് ഇങ്ങനെ കിടക്കുന്നത്, ഇങ്ങനെ ഇറങ്ങി കിടക്കുന്നത്. ഇതുവരെ ആരോടെങ്കിലും മൈക്ക് ഒന്ന് മറിഞ്ഞു കിടന്നാൽ, അല്ലെങ്കിൽ ഇങ്ങനെ താഴേക്ക് വീണ് കിടന്നാൽ, അപ്പൊ ബിഗ് ബോസ് പറയും മൈക്ക് ശരിയായി ധരിക്കൂ. എല്ലാവരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കയ്യിൽ കിടക്കുന്ന സിബിനെ കുറിച്ച് ബിഗ് ബോസ് പറയുന്നേ ഇല്ല. സിബിൻ പറയുന്നത് നമുക്ക് ക്ലിയർ ആണ്. ഇനിയിപ്പോൾ ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട്, മൈക്ക് ധരിക്കാതിരുന്നാലും നിങ്ങൾ കുശുകുശുത്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് അത് അറിയും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കത് കേൾക്കുന്നുണ്ട്. എങ്കിലും മൈക്ക് ശരിയായി ധരിക്കൂ എന്നുള്ളത് സിബിനോട് പറയുന്നില്ല.
പിന്നെ അത് കഴിഞ്ഞ് സിബിൻ ഇങ്ങനെ മൈക്ക് എന്താ പറയുക കൺഫ്യൂഷൻ റൂമിൽ ഇരിക്കുമ്പോൾ പോലും മൈക്ക് അഴിച്ച് അപ്പുറത്ത് വെച്ചിട്ടാണ് ഇരുന്നത്. അതേപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ വെളിയിൽ വന്നിരിക്കുമ്പോൾ മൈക്ക് ഇങ്ങനെ ഊരി ഇങ്ങനെ വെക്കുന്നുണ്ട്. അവിടെയും ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല. പിന്നെ അടുത്ത് ഇരിക്കുന്നുണ്ട്. ഒരുപാട് പേര് കണ്ടസ്റ്റന്റുകൾ വന്നിട്ട് ഋഷിയും അവരൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട്. ഇല്ല എനിക്ക് വേണ്ടെന്നാ പറയുന്നത്. അപ്പോൾ ഋഷി തന്നെ പറഞ്ഞു, നീ ഒന്ന് കുളിച്ച് ഫ്രഷ് ആകുക ബ്രോ, കുളിച്ച് കഴിഞ്ഞാൽ കുറച്ച് ഉന്മേഷം വരുമെന്ന് പറയുമ്പോൾ അപ്പോൾ സിബിൻ പറയുന്നത്, ഞാൻ കുളിക്കും, ഞാൻ ആറിയിട്ടൊന്നും ഇരിക്കില്ല ഈ വീട്ടിനകത്ത്, ഞാൻ കുളിക്കും, എനിക്ക് തോന്നുമ്പോൾ ഞാൻ പോയി കുളിക്കും, അത് കഴിഞ്ഞിട്ട് എനിക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഞാൻ കഴിക്കും, അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഇരിക്കും, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് കുളിക്കണം തോന്നുമ്പോൾ ഞാൻ പോയി കുളിക്കും, പിന്നെ എപ്പോഴെങ്കിലും കഴിക്കണം തോന്നുമ്പോൾ കഴിക്കും, പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്നിരിക്കും. ഞാനൊന്നും ചെയ്യില്ല, ഒരു ഗെയിമും ചെയ്യില്ല, ഒരു പണിയും ചെയ്യില്ല, ഈ വീട്ടിനകത്ത് ഞാൻ ഒന്നും ചെയ്യില്ല. ഞാൻ ഇപ്പൊ ഡയറക്റ്റ് നോമിനേഷനിലുണ്ട്. പ്രേക്ഷകർ ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുമ്പോൾ പ്രേക്ഷകർക്ക് എനിക്ക് വോട്ട് തരില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന് ഞാൻ പുറത്താകും, അപ്പോഴെങ്കിലും എന്നെ പുറത്താക്കുമല്ലോ. സോ ഞാൻ ഒന്നും ചെയ്യില്ല, അതിനു വേണ്ടി എനിക്ക് പുറത്ത് പോയാൽ മതി എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നുണ്ട്. ഓരോരുത്തരും വന്ന് സിബിനോട് പറയുന്നുണ്ട്. പക്ഷെ സിബിൻ ഇല്ല, എനിക്ക് നിങ്ങളുമായിട്ട് ആരോടും പ്രശ്നമില്ല, എനിക്കിപ്പോൾ എൻ്റെ മൈൻഡ് കണ്ടീഷൻ ശരിയല്ല, സോ ഞാൻ അതുകൊണ്ട് തനിച്ചിരിക്കുന്നു. എനിക്ക് വേണം പറയുമ്പോൾ ഞാൻ വരും, അപ്പോൾ വന്ന് കഴിക്കും, പക്ഷെ അത് വേറെ ഒന്നിലും ഞാൻ ചെയ്യില്ല. എനിക്ക് എന്തെങ്കിലും ഇവിടുന്ന് പോകാൻ പറ്റിയ സിറ്റുവേഷൻ കണ്ടാൽ ഞാൻ ഓൺ ദി സ്പോട്ടിൽ ഞാൻ ഇവിടുന്ന് പോകും, ഇത്രയേ ഉള്ളൂ എന്നൊക്കെ പറയണ്ട. ആകെ എല്ലാവരും കൂടെ ഇതെന്താണ് സിബിന് ഇനി തനിച്ച് വിടാ എന്നൊക്കെ പറയുന്നുണ്ട്. തന്നെത്താൻ ഒന്ന് ഹീലായി വരട്ടെ എന്ന് പറയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾ, 1-2 ദിവസം, എന്തായാലും ഈ വീക്ക് വരെ ഇരുന്നല്ലേ പറ്റുള്ളൂ. 1-2 ദിവസങ്ങളൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിബിൻ മാറി വരും എന്ന് പറയുന്നുണ്ട്. സിബിൻ പറയുന്നത്, ശനിയാഴ്ച വരെ ഇരുന്നാലും ഞാൻ ഇങ്ങനെ തന്നെ ഇരിക്കുള്ളൂ, ഞാനൊന്നും ചെയ്യില്ല, ഒരു ഗെയിമും കളിക്കില്ല, എന്നെ പുറത്താക്കിയാൽ മതി, ഇതാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ബിഗ് ബോസിന് അങ്ങനെ പുറത്താക്കാനും പറ്റില്ല. ഇങ്ങനെ തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ സിബിനെ കൺട്രോൾ ചെയ്യാനും പറ്റില്ല. ഇതിപ്പോ എന്താ പറയാ, മറ്റേ ഗെയിം നടക്കുന്നതിനേക്കാൾ ഇവിടെ ബിഗ് ബോസും സിബിനും തമ്മിലുള്ള ഒരു അന്തർധാരയിൽ നടക്കുന്ന ഈ യുദ്ധമായിരിക്കും ഇനി എല്ലാവരും ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. എത്രമാത്രം ബിഗ് ബോസിന് ടഫ് കൊടുക്കാൻ പറ്റുമോ അത്രയും ടഫ് ഇപ്പൊ ഇത്രയും സമയം കൊണ്ട് സിബിൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇനി അങ്ങോട്ടുള്ള കളിയില് എന്താ പറയാ, സിബിനെ പെട്ടെന്ന് പുറത്താക്കിയാലും അതും സിബിൻ ഇങ്ങനെ ഒതുക്കി ഇത് കാരണം കൊണ്ടാണെന്നൊക്കെ ലൈവ് പോകുന്നത് കൊണ്ടും എല്ലാവരും കാണുന്നത് കൊണ്ടും വീഡിയോ ഒക്കെ സ്പ്രെഡ് ആവുന്നത് കൊണ്ടും അങ്ങനെ ബിഗ് ബോസിന് നാണക്കേടാണ്. അതുകൊണ്ട് അങ്ങനെ അതായത് എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ആരും തുറന്നു വിട്ട ചരിത്രമൊന്നുമില്ലല്ലോ. സോ അപ്പൊ അത് അങ്ങനെ വിടാനും പറ്റില്ല. പക്ഷെ ഇങ്ങനെ തന്നെ ഇരുത്തി കഴിയുമ്പോൾ ബിഗ് ബോസിനെ കണ്ടമാനം സിബിൻ ടഫ് കൊടുക്കാനും സാധ്യത ഇനി അങ്ങോട്ടുണ്ട്. ഇനി ഒരാഴ്ച കൊണ്ട് സിബിന്റെ ഗെയിം ഈ വിധത്തിലായിരിക്കും. ഇനി അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ നമുക്കിതൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ലൈവിൽ ഇന്ന് നമ്മൾ കണ്ടതിൽ ബിഗ് ബോസിന് നല്ലപോലെ ടഫ് കൊടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ബിഗ് ബോസിന്റെ ഭാഗത്ത് സിബിനെ നിയന്ത്രിക്കുന്നതായിട്ടുള്ള യാതൊരു അനൗൺസ്മെന്റും ഇല്ല. ഒരു പക്ഷെ 2 ദിവസം അങ്ങനെ വിടാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. ബിഗ് ബോസിന്റെ ഭാഗത്ത് ഒന്നും പറയാതിരുന്ന കുറെ അങ്ങനെ ഇരുന്നിട്ട് മാറുകയാണെങ്കിലോ എന്ന് തന്നെത്താൻ മാറി വരട്ടെ എന്നൊരു പക്ഷേ ബിഗ് ബോസ് ചിന്തിക്കുന്നുണ്ടാവാം. ഏതിരുന്നാലും സിബിന്റെ നിലപാടിൽ നിന്നൊന്നും മാറ്റമില്ല. എങ്ങനെയെങ്കിലും പുറത്തു പോയാൽ മതി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പഴുതുണ്ടോ, എവിടെയെങ്കിലും ഒരു ഡോറ് കാണുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് ഇരിക്കുന്നത്. ഒന്നിലും പങ്കെടുക്കില്ല എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇതോടെ ബിഗ് ബോസ് ഒന്ന് എട്ടിടേണ്ട എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. പിന്നെ എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ ക്യാപ്റ്റൻസി കൈമാറി സീതു ക്യാപ്റ്റനായി. അപ്പൊ ഇനി ഓരോ വീട്ടിൽ ആരൊക്കെയാണ് ഇടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഓൾറെഡി സിബിൻ പവർ ടീമിൽ നിന്ന് പുറത്താക്കിയതാണല്ലോ. അപ്പൊ സിബിൻ ടണൽ റൂമിലാണ്. ആരൊക്കെയാണ് കൂടെയുള്ളത്? അൻസിബയും പിന്നെ ആരാണ്, ജാസ്മിൻ, സിബിൻ അവരുടെ കൂടിയായി. ക്യാപ്റ്റനും ക്യാപ്റ്റൻസി കഴിഞ്ഞപ്പോൾ ആ റൂമിലായി, അവരുടെ കൂടിയായി. ഇപ്പൊ ലിവിംഗ് ഏരിയയിൽ എല്ലാവരും വന്നിരിക്കാൻ പറഞ്ഞു. ബിഗ് ബോസ് പറഞ്ഞു സിബിൻ വന്നിരുന്നു. സിബിൻ ഇങ്ങനെ മുഖത്ത് കൈയും താങ്ങി, മുട്ടിൽ കൈ വെച്ചിട്ട് മുഖം അതിലേക്ക് താങ്ങി ഒന്നും നോക്കുന്നില്ല. ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ പറയുന്നു, കണ്ടസ്റ്റന്റുകളും തമ്മിൽ അതിനെക്കുറിച്ച് പറയുന്നു, ക്യാപ്റ്റൻസി കൈമാറുന്നു. അതും ഇങ്ങനെ എണീച്ച് നോക്കേ അല്ലെങ്കിൽ എന്താ നടക്കുന്നതെന്നോ ഒന്നും സിബിൻ ചെയ്യുന്നില്ല. സിബിൻ ഇങ്ങനെ മുട്ടിൽ കൈയും വെച്ച് മുഖവും താങ്ങിയിട്ടായിരിക്കുന്നത്. ബിഗ് ബോസ് ഇത് കാണുന്നുണ്ട്, സിബിനെ കുറിച്ച് ഒന്നും പറയുന്നുമില്ല. അത് കഴിഞ്ഞ് എല്ലാവർക്കും പിരിഞ്ഞു പോകാം എന്ന് പറഞ്ഞത് വാണം വിട്ട പോലെ സിബിൻ പോയി ആ ജയിലിന്റെ ഫ്രണ്ടിലുള്ള കസേരയിൽ പോയിട്ട് അങ്ങനെ ഇരുന്നു. അങ്ങനെ മിണ്ടാതെ ഇങ്ങനെ ഇരുന്നു ആലോചിച്ച് മേലെ ഇങ്ങനെയൊക്കെ നോക്കിയിരിക്കുന്നത്. അത് നമുക്ക് ക്യാമറ കാണിക്കുന്നത്. വേറെ ഒന്നിനും സിബിൻ ഇടപെടുന്നില്ല. അതായത് ഞാൻ കാരണം വേറൊന്നിലും തടസ്സം ചെയ്യില്ല. അതുകൊണ്ട് ഗ്രൂപ്പായിട്ട് പോകുന്ന സമയത്ത് പോകും, അത് കഴിഞ്ഞ് അവനവന്റെ കാര്യം നോക്കി വന്നിരിക്കും. മറ്റൊന്നിലും ഇടപെടില്ല. എനിക്ക് എപ്പോൾ തോന്നണോ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കും, എപ്പോൾ കുളിക്കണം തോന്നണോ കുളിക്കും, അത്രേ ഉള്ളൂ. കാരണം ഞാൻ ഈ വീട്ടിൽ വേറെ ഒന്നും ചെയ്യില്ല, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്ന നിലപാടിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ ആഴ്ച ബിഗ് ബോസ് ഒന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ബിഗ് ബോസിനും
എന്താ പറയാ, ഒരു ബിഗ് ബോസിന്റെ ഗെയിമിന് മേലെയും ഒരു ഗെയിം, ഒരു ടഫ് കൊടുക്കുന്ന സിബിനെയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. ഒരിക്കലും സിബിൻ ഇങ്ങനെ വരും അല്ലെങ്കിൽ എത്രയും ടഫ് കൊടുക്കുന്നുള്ളത് മേ ബി ബിഗ് ബോസ് വിചാരിച്ചു കാണില്ല. എല്ലാവർക്കും കൊടുക്കുന്ന കൊട്ടുപോലെ കൊടുത്തു, അതുപോലെ അങ്ങനെ പോകും എന്നാണ് വിചാരിച്ചത്. ഇപ്പം എല്ലാം കയ്യിൽ നിന്ന് പോയ പോലെയാണ് കാണുന്നത്. ഇത് ഇനി ഒരു ദിവസമാണോ, ഇത് 2 ദിവസമാണോ, അതോ ഇനി സിബിൻ വിചാരിച്ച പോലെ ഈ വീക്ക് മൊത്തം ഇങ്ങനെ തന്നെയാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് രാവിലെ മുതൽ ഇത്രയും ഈ 2 ദിവസത്തെ ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞ് രാവിലെ മുതൽ ഈ ഉച്ചവരെ കാണുന്നതിൽ ഈ ലെവലിലാണ് പോകുന്നത്. സോ അപ്പൊ അടുത്ത ലൈവും അടുത്ത എപ്പിസോഡിലൊക്കെ എങ്ങനെയെന്നുള്ളത് നമുക്കത് കാത്തിരുന്ന് കാണാം. എന്തായാലും കഴിഞ്ഞ സീസണുകളിലൊന്നും ഇല്ലാത്ത ഒരു ഗെയിം സ്ട്രാറ്റജിയാണ് ഇപ്പൊ നമ്മള് സിബിൻ വൈസസ് ബിഗ് ബോസിന്റേത് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ഇട്ടോളൂ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.